ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അദ്ദേഹം സന്ദർശിച്ചു. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ് സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. മ്യൂൾ അക്കൌണ്ടുകളായി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിവരമറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളം കല്ലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റമുണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിലാവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. KSEBയെ കൂടുതൽ ജനസൌഹൃദമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നടത്തിയ പ്രശ്നോത്തരിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പ്രശ്നോത്തരിയിൽ വിവാദ ചോദ്യം ഉൾപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി ആവശ്യപ്പെട്ടു. ഫ്രീഡം ക്യൂസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യൂസ് മത്സരം പ്രവർത്തന കലണ്ടറിൽ തീരുമാനിക്കാത്ത പരിപാടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നും നാളെയും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12ഓളം ഉരുൾപൊട്ടൽ സംഭവിച്ച് കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നയതന്ത്ര ചർച്ചകളോടുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വ്യക്തിഗത പ്രതിരോധ അഭിഭാഷകൻ ടോഡ് ബ്ലാഞ്ചിനെ അറ്റോർണി ജനറലായി സെനറ്റ് സ്ഥിരീകരിച്ചു. ഇതോടെ നീതിന്യായ വകുപ്പിന്റെ ഔദ്യോഗിക ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗാനമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ഹർ ഘർ തിരങ്ക യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ആഹ്വാനം ചെയ്തു.
കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.